നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രാമധ്യേ പൈലറ്റിന് ഹൃദയാഘാതം വന്നതിന് പിന്നാലെ 30,000 അടി ഉയരത്തിൽ നിന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് ചെയ്തു. പക്ഷേ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കൃത്യമായിട്ടുള്ള സംയോജിതമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് ഇത്രയും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. സ്പെയിനിലെ ടെനറൈഫിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് പോയ ജെറ്റ് 2 എന്ന യാത്രാ വിമാനമാണ് പോർച്ചുഗലിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. LS-1266 എന്ന വിമാനത്തിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. 220 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് യാത്രക്കിടെ എയർ ഹോസ്റ്റസ് ഓടിയെത്തി ചോദിച്ചിരുന്നു. ഇത് കേട്ട് എല്ലാവരും ഭയന്നു. തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയാണെന്ന് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചു. ഇതിനെ വിമാനത്തിലുണ്ടായിരുന്ന കുട്ടികൾ കരയാൻ തുടങ്ങിയതായും ഒരു യാത്രക്കാരൻ പറഞ്ഞു. തുടർന്ന് ഏറ്റവും അടുത്തുള്ള പോർട്ടോയിലെ ഫ്രാൻസിസ്കോ സക്കാർനെയ്റോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ഉടൻ തന്നെ മെഡിക്കൽ സംഘം എത്തി പൈലറ്റിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. യാത്രക്കാർ 13 മണിക്കൂറോളം വിമാനത്താവളത്തിൽ ചിലവഴിച്ചു. ശേഷം മറ്റൊരു പൈലറ്റ് എത്തിയാണ് വിമാനം ബർമിംഗ്ഹാമിലേക്ക് പറത്തിയത്. യാത്രക്കാരുടെ സുരക്ഷയിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് വിമാന കമ്പനി സംഭവത്തിന് പിന്നാലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത്. അപ്രതീക്ഷിത സംഭവത്താൽ യാത്ര വൈകിയതിന് അവർ യാത്രക്കാരുടെ ക്ഷമ ചോദിക്കുകയും ചെയ്തു. 220 യാത്രക്കാരുമായാണ് വിമാനം ടെനറൈഫിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തത്. വിമാനം പെട്ടെന്ന് താഴ്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് ശ്രദ്ധിച്ച ഫസ്റ്റ് ഓഫീസറാണ് ക്യാപ്റ്റന് ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നത് തിരിച്ചറിഞ്ഞത്. പിന്നാലെ മേഡേ സന്ദേശം നൽകിയതിന് പിന്നാലെ പോർച്ചുഗലിലെ പോർട്ടോയിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്യുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2:15 വിമാനം പോർട്ടോയിൽ ലാൻഡ് ചെയ്തത്. സാഹചര്യം ഗൗരവമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ ഫസ്റ്റ് ഓഫീസർ ഉടൻ തന്നെ അപകട സൂചനയായ മേഡേ സന്ദേശം അയക്കുകയും വിമാനം അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാൻ അനുമതി തേടുകയും ചെയ്തു. സ്പെയിനിലെ ടെനറൈഫിൽ നിന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലേക്ക് പറക്കുകയായിരുന്ന LS-1266 എന്ന വിമാനത്തിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായത്. പോർച്ചുഗലിലെ വിമാനത്താവളത്തിലാണ് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയത്. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ റൺവേയിൽ കാത്തുനിന്നിരുന്ന മെഡിക്കൽ സംഘം പൈലറ്റിന് പ്രാഥമിക ചികിത്സ നൽകുകയും വിദഗ്ധ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കുകളില്ലെന്നും അവർ സുരക്ഷിതരാണെന്നും വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തനിക്ക് ഇത്രയും ഒരു വേദന വരുന്ന സമയത്തും തൻ്റെ വിശ്വാസ്യതയിൽ ഉണ്ടായിരുന്ന 220 യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യിക്കാൻ ആ പൈലറ്റ് എടുത്ത തീരുമാനം, അല്ലെങ്കിൽ ആ പൈലറ്റിൻ്റെ ആ സമയത്തെ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിച്ച് മതിയാകൂ. തീർച്ചയായിട്ടും പല മേഖലകളിലും പല രാജ്യങ്ങളിലും വിമാന അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഏതായാലും ഇവിടെ വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്.